പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ എല്ലാവരെയും സ്വീകരിക്കട്ടെ. നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. വിശുദ്ധമായ ശഅബാൻ നമ്മളിൽ ഇനി അവശേഷിക്കുന്നത് 7-8 ദിവസം കൂടി മാത്രമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പുണ്യ റമളാൻ നമ്മളിലേക്ക് വരികയാണ്. അപ്പോൾ റമളാനിൽ നമ്മളൊക്കെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുകയാണ്. അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. പക്ഷേ ആ റമളാൻ വരുന്നതിന് മുമ്പ് ഇനിയുള്ള ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് പ്രഭാതത്തിൽ ഒരു 5 മിനിറ്റ്, കുറഞ്ഞതൊരു 5 മിനിറ്റ് നമ്മൾ മാറ്റിവെക്കാൻ തയ്യാറാണോ? നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന മഹത്തുക്കൾ പഠിപ്പിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ നിന്നും തിരഞ്ഞെടുത്ത ചില അത്ഭുത വിജയ മന്ത്രങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പറയാൻ പോവുകയാണ്. അവസാനം വരെ കാണുക, ഇത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക. ഇത് പറയുന്ന എനിക്കും കേൾക്കും നമുക്കെല്ലാവർക്കും ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു തൗഫീക്ക് തരട്ടെ. ഇപ്പോൾ പറയുന്ന ഈ വിജയ മന്ത്രങ്ങൾ, ആ വിജയ മന്ത്രങ്ങൾക്ക് ഓരോന്നിനും വ്യത്യസ്തമായ നേട്ടങ്ങളാണ്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് മനസ്സിലാക്കി ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് അള്ളാഹിനോട് കൂടുതൽ അടുക്കാൻ ഈ വിജയ മന്ത്രങ്ങൾ കാരണമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇത് പ്രാവർത്തികമാക്കാൻ, ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ തൗഫീക്ക് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള, ആരോഗ്യമുള്ള, നല്ല ദീർഘായുസ് തരുകയും അള്ളാഹുവിനെ അനുസരിച്ച് അവൻ്റെ പ്രവാചകർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റിക്കൊണ്ട് നല്ല ജീവിതം ജീവിക്കാനും മരിക്കുന്ന സമയത്ത് കെലിമ പറഞ്ഞ് മുസ്ലിമായി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും അള്ളാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, ഉപ്പമാരെ, പരിശുദ്ധമായ പരിപാവനമായ റജബ് മാസം അത് നമ്മളിൽ നിന്നും വിട പറഞ്ഞു. ഒരുപാട് സൽക്കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്തു, അള്ളാഹു സ്വീകരിക്കട്ടെ. അത് കഴിഞ്ഞ് വരുന്ന പുണ്യമായ ശഅബാൻ, ആ ശഅബാൻ മാസത്തിൻ്റെ ആദ്യത്തെ 10 വിട പറഞ്ഞു, രണ്ടാമത്തെ 10 വിട പറഞ്ഞു, മൂന്നാമത്തെ 10ൻ്റെ ഏതാനും ദിവസങ്ങൾ നമ്മളിൽ നിന്നും വിട പറഞ്ഞു. ഇനി ഏകദേശം ഒരു 7 ദിവസം കൂടിയേ ഒരു പക്ഷേ നമ്മുടെ അടുക്കൽ ഈ ശഅബാൻ ഉണ്ടാവുകയുള്ളൂ. അടുത്ത ശനിയാഴ്ച, ഇന്ന് ശനിയാഴ്ചയാണ്, അടുത്ത ശനിയാഴ്ച ശഅബാൻ 29. അപ്പോൾ അന്ന് മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടാൽ പിന്നെ ഞായറാഴ്ച വിശുദ്ധമായ റമളാനായി, അല്ലെങ്കിൽ തിങ്കളാഴ്ച നമുക്ക് റമളാൻ അടുത്തു വരികയാണ്, അല്ലെങ്കിൽ തിങ്കളാഴ്ച നമ്മൾ റമളാനിലേക്ക് കടക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണ് ശഅബാൻ നമ്മളിൽ അവശേഷിക്കുന്നുള്ളൂ. നമ്മൾ ഈ റജബിലും ശഅബാനിലൊക്കെ വെറുതെ തോന്നിയതുപോലെ ജീവിച്ചിട്ട് അവസാനം റമളാൻ ആകുമ്പോൾ ഭയങ്കര ഇബാദത്ത് എടുത്തിട്ട് കാര്യമില്ല എന്നല്ല പറയുന്നത്, കാര്യമുണ്ട്. എന്നാലും ആ റമളാനിൽ നമുക്ക് നല്ലതുപോലെ ഇബാദത്ത് എടുക്കാൻ പറ്റണമെങ്കിൽ ഇപ്പോൾ നമ്മളുള്ള ശഅബാനിൽ, കഴിഞ്ഞുപോയ റജബിൽ, അതുപോലെ ഇപ്പോൾ നമ്മളുള്ള ശഅബാനിൽ അള്ളാഹുവിലേക്ക് കുറച്ച് അടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്ങനെയാണ് ഒരു മനുഷ്യനെ, ഒരു അടിമക്ക്, നമുക്കൊക്കെ അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റുക? എങ്ങനെയാ പറ്റുക? അത് അള്ളാഹുവിനെ കൂടുതൽ സ്മരിക്കൽ കൊണ്ടാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. നമ്മുടെ മനസ്സിന് ഒരു നമ്മുടെ മനസ്സിന് ഒരു സമാധാനം ഉണ്ടാവണം, പ്രശ്നങ്ങളൊക്കെ മാറി അള്ളാഹുവിലേക്ക് കൂടുതൽ എടുക്കണം. അതിനെന്താ മാർഗമുള്ളത്? ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ ദിക്ർ ചെയ്യലാണ്. നമ്മുടെ ചാനലിൽ തന്നെ എത്രയോ വീഡിയോകളിൽ എത്രയോ ദിക്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആ ദിക്റുകളുടെ ശ്രേഷ്ഠതകൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വൈകുന്നേരത്തെ മജ്ലിസിൽ എത്രയോ ദിക്റുകളാണ് അല്ലേ, ഓരോരോ വ്യത്യസ്തമായ നേട്ടങ്ങൾ കിട്ടുന്ന ഒരുപാട് ദിക്റുകൾ, സ്വലാത്തുകൾ, തസ്ബീഹുകളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അൽഹംദുലില്ലാ, ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ആ സദസ്സിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ചൊല്ലുന്ന ദിക്റുകൾക്കും സ്വലാത്തുകൾക്കൊക്കെ അർഹമായ പ്രതിഫലം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പറഞ്ഞു വന്നത്, നമ്മൾ അധികമായി ദിക്ർ ചൊല്ലുമ്പോൾ കിട്ടുന്ന നേട്ടങ്ങളിൽപ്പെട്ട ഒന്ന് എന്താണെന്നറിയോ? നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്നതാണ്. അതായത് ഒരു മനുഷ്യൻ അവൻ അധികമായി അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നു. അതേത് ദിക്റാവട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവട്ടെ, സുബ്ഹാനല്ലാഹ് ആവട്ടെ, അൽഹംദുലില്ലാഹ് ആവട്ടെ, അല്ലാഹു അക്ബർ ആവട്ടെ, ഏത് ദിക്ർ ചൊല്ലിയാലും അത് അള്ളാഹു കേൾക്കുന്നതാണ് അല്ലേ. അള്ളാഹു കേൾക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ മലക്കുകളും അത് കേൾക്കും. മലക്കുകൾ അത് കേട്ട് എഴുതി വെക്കുമെന്നാണ്. ഇന്നാലിന്ന സമയത്ത്, ഇന്നാലിന്ന വ്യക്തി, ഇന്നാലിന്ന സ്ഥലത്ത് വെച്ച് ഇത്ര ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ട്, അവരിങ്ങനെ രേഖപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ദിക്ർ ചൊല്ലുന്ന ആളാണെങ്കിൽ
അയാൾ ആ ദിക്ർ ചൊല്ലുന്ന ശബ്ദം മലക്കുകളെല്ലാം കേൾക്കുമെന്നാണ്. മലക്കിങ്ങനെ ശ്രദ്ധിച്ച് അത് ആരാണ് അവർ മനസ്സിലാക്കി വെക്കും. ദിക്ർ ചൊല്ലുന്ന ആളെ അവർ മനസ്സിലാക്കി വെക്കും. എന്നിട്ടോ ഈ ആള് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ, ഇയാൾക്ക് എന്തെങ്കിലും ഒരു സങ്കടം, ഒരു ദുഃഖം വരുന്ന സമയത്ത്, രോഗം വരുന്ന സമയത്ത്, ഇയാൾ ദുആ രക്കുന്ന നേരത്ത് മലക്കുകൾ അള്ളാഹിനോട് പറയും, പടച്ചോനെ നിനക്ക് ഒരുപാട് ദിക്ർ ചൊല്ലിയ ആളാണ് ഇപ്പോൾ ദുആ ചെയ്യുന്നത്. കാരണം അവർക്ക് പരിചയമുണ്ട് ഈ ശബ്ദം. നമ്മൾ ദിക്ർ ചൊല്ലുന്ന നമ്മുടെ ഈ ശബ്ദം കേട്ട് പരിചയമുണ്ട് ആർക്ക്? മലക്കുകൾക്ക്. അതുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ശബ്ദം മലക്കുകൾ തിരിച്ചറിയുകയും എന്നിട്ട് അവർ പറയും അള്ളാഹിനോട്, അല്ലാ നിനക്ക് വേണ്ടി ഒരുപാട് ദിക്റും സ്വലാത്തും തസ്ബീഹും ഒക്കെ ചൊല്ലുന്ന, തക്ബീറും തഹ്ലീലും ഒക്കെ ചൊല്ലുന്ന വ്യക്തിയാണ് ദുആ രക്കുന്നത്, അയാളുടെ ദുആ നീ സ്വീകരിക്കണേ പടച്ചോനെ എന്നും മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ രക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ ദിക്ർ ചൊല്ലുന്നതൊക്കെ വെറുതെ അല്ല, നമുക്ക് ദുനിയാവിലും ഗുണമാണ്, ആഖിറത്തിലും ഗുണമാണ്. നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ, നമ്മൾ ചെയ്യുന്ന ദുആക്കൾ അല്ലാഹു തആല വേഗത്തിൽ സ്വീകരിക്കാൻ നമ്മൾ ചെയ്യുന്ന ദിക്റുകൾ കാരണമാണ്. ഇന്ന് എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഇനി വിശുദ്ധമായ ശഅബാൻ ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണ് നമ്മളിൽ ഉള്ളത്, അല്ലേ? കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ സുബഹി നമസ്കാരം കഴിഞ്ഞ്, വേറെ സമയമൊന്നും എടുക്കണ്ട, സുബഹി നമസ്കാരം കഴിഞ്ഞ്, സുബഹിക്ക് നമ്മൾ എഴുന്നേൽക്കുന്നവരാണല്ലോ, സുബഹി നമസ്കാരം കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് എൻ്റെ ഉമ്മമാരും ഉപ്പമാരും ഒന്ന് മാറ്റി വെക്കുക. അത് നിങ്ങൾക്ക് എന്താണ് നിസ്കാരപ്പായിലിരുന്നിട്ട് ചൊല്ലാം, അല്ലെങ്കിൽ എന്താണ് പള്ളിയിലായിക്കോട്ടെ അവിടെ ഒരു 5 മിനിറ്റ് നിങ്ങൾ ഒന്ന് കരുതി വെക്കുക. അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്ഷീണമാണ്, സുബഹി നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ ബെഡിൽ കിടക്കുകയാണ്, പായിൽ കിടക്കുകയാണ്, കട്ടിലിൽ കിടക്കുകയാണ്, ആ കിടന്നുകൊണ്ടാണെങ്കിലും ഒരു 5 മിനിറ്റ് അള്ളാഹ്ക്ക് വേണ്ടി മാറ്റിവെക്കണം. എന്താണ് ഈ 5 മിനിറ്റിൽ നമ്മൾ രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞ് പറയേണ്ട ചില വിജയ മന്ത്രങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ചില വിജയമന്ത്രങ്ങൾ ഇൻഷാ അല്ലാഹ് അതിവിടെ പറയാൻ പോവുകയാണ്. ഒന്നാമത്തേത്, നമ്മളിപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് എന്താ പറയുന്നത്? രാവിലെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ആരെങ്കിലും പറയാറുണ്ടോ? ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ എന്താ പറയുന്നത്? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ, അല്ലേ? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വ ഇലൈഹിൻ നുശൂർ. അങ്ങനെ 2 രൂപത്തിലും പറയാം, എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. അല്ലാഹുവേ പടച്ചവനെ, ഒരു മരണത്തിന് ശേഷം എന്നെ ജീവിപ്പിച്ച റബ്ബേ നിനക്കാകുന്ന സർവസ്തുതിയും. ഉറക്കം ഒരു മരണം പോലെയാണ്. മരണത്തിൻ്റെ അനുജനാണ് ഉറക്കം എന്നാണ് മഹത്തുക്കൾ പറയുന്നത്. മരണത്തിൻ്റെ അനുജനാണ് ഉറക്കം. ഉറക്കത്തിൽ നമ്മളൊന്നും അറിയുന്നില്ലല്ലോ, അല്ലേ? ഉറക്കത്തിൽ നമ്മളിങ്ങനെ ബോധം കെട്ട് കിടക്കുകയോ, ആര് നമ്മൾ നോക്കുന്നു, ആര് വരുന്നു പോകുന്നു ഒന്നും അറിയുന്നില്ല. ആ ഉറക്കം മരണത്തിൻ്റെ സഹോദരനാണെന്നാണ്. അപ്പോൾ ആ ഉറക്കമാകുന്ന മരണത്തിൽ നിന്നും എനിക്ക് ജീവിതം തന്നു, അല്ലേ? എത്രയോ ആളുകൾ ഉറക്കത്തിൽ മരണപ്പെട്ടു പോകുന്നു. അപ്പോൾ ഉറക്കത്തിൽ നിന്നും ജീവിതത്തിലേക്ക് എന്നെ വീണ്ടും കൊണ്ടുവന്ന റബ്ബേ നിനക്കാകുന്ന സർവസ്തുതി. ഇതാണ് ഒരു മനുഷ്യൻ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് പറയേണ്ടതെന്നാണ്. പിന്നെ നമ്മൾ എഴുന്നേറ്റിട്ട് പിന്നെ നമ്മൾ ബാത്റൂമിൽ പോകുന്നു, അല്ലേ? ബാത്റൂമിൽ പോകുമ്പോൾ ഇടതുകാല് കൊണ്ട് കയറുന്നു. ആ സമയത്ത് നമ്മൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസി, ആൺ പെൺ പിശാചുക്കളിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന ദിക്ർ പറഞ്ഞിട്ടാണ് നമ്മൾ കടക്കുന്നത്. അവിടെ നമ്മൾ ബാത്റൂമിൽ ടോയ്ലറ്റിൽ പോകുന്നു, അല്ലേ? ആ സമയത്ത് ഒരു ദിക്ർ പറയണം. അത് നമ്മൾ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞാലും മതി. അവിടെ വെച്ച് നമ്മൾ ബ്രഷ് ചെയ്യുന്നു, അല്ലേ? വായ കഴുകുന്നു, ഉദു എടുക്കുന്നു, അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുന്നു. അപ്പോൾ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ വലത് കാല് കൊണ്ട് കടക്കുക. എന്നിട്ട് പറയേണ്ടത് അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിയൽ അദാ വആഫാനി. ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട് നീക്കി തന്ന റബ്ബേ നിനക്കാകുന്ന സർവസ്തുതിയും. അതുപോലെ മറ്റൊരു ദുആയുണ്ട്, അല്ലാഹുമ്മ തുഹിർ ഖൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷി. അല്ലാഹുവേ മോശത്തരത്തിൽ നിന്നും എന്നെ നീ കാക്കണേ അല്ലാ, എൻ്റെ അവയവങ്ങളെ നീ കാക്കണേ അല്ലാ, എൻ്റെ ഹൃദയം നീ ശുദ്ധിയാക്കണേ അല്ലാ എന്ന് പറയുന്ന ദുആ. ഇതൊക്കെ നമ്മൾ മദ്രസയിൽ പഠിച്ചതാണ്, ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇതല്ല നമ്മുടെ വിഷയം. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞു. എന്നിട്ട് നമ്മൾ സുബഹി നിസ്കാരത്തിലേക്ക് പോകുന്നു, അല്ലേ? തഹജ്ജുദ് നിസ്കരിക്കുന്നവരുണ്ട്, അത് കഴിഞ്ഞ് ഖുർആൻ ഓതുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ നല്ല സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് സുബഹി നമസ്കാരം ജമാഅത്തോടു കൂടി, അല്ലെങ്കിൽ വീട്ടിൽ ഉമ്മമാർ ഒറ്റക്കാണെങ്കിൽ ഒറ്റക്ക് നിസ്കരിക്കുന്നു. അത് കഴിഞ്ഞ് ഇനി ശ്രദ്ധിക്കണേ, അത് കഴിഞ്ഞിട്ട് അദ്കാറു സ്വബാഹ്, അതായത് പ്രഭാതത്തിൽ ചൊല്ലേണ്ട ദിക്റുകൾ ഒരുപാടുണ്ട്. എല്ലാം കൂടി ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരുപാട് മണിക്കൂറുകൾ എടുക്കും. അതൊന്നും വേണ്ട, പ്രധാനപ്പെട്ട ചില ദിക്റുകൾ അത് മാത്രം മതി. എല്ലാം ചൊല്ലാൻ പറ്റുന്നവർ ചൊല്ലിക്കോട്ടോ. ചില ആളുകൾ ദിക്റിൻ്റെ മജ്ലിസിൽ പങ്കെടുക്കും. അദ്കാറു സ്വബാഹ് എന്ന് പറഞ്ഞ ഒരുപാട് ഉസ്താദുമാരുടെ ഓൺലൈൻ മജ്ലിസുകൾ ഉണ്ടാകും, അതിൽ പങ്കെടുക്കുന്ന ഉമ്മമാരൊക്കെ ഉണ്ടായിക്കോട്ടെ.
അല്ലേ? അതുപോലെ ചില ആളുകൾ ഏടുകൾ നോക്കിയിട്ട് ദിക്ർ ചൊല്ലുന്നവരുണ്ട്. ചില ആളുകൾ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്നാലിൻ്റെ ദിക്റുകൾ, ആയത്തുകൾ, സൂറാത്തുകൾ അതൊക്കെ ചൊല്ലണമെന്ന്. ആയിക്കോട്ടെ, എല്ലാം നല്ലതാണ്. എൻ്റെ ഉമ്മമാർ, എൻ്റെ ക്ലാസ് കേൾക്കുന്ന ഉമ്മമാർ, ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ ഇനി വരുന്ന സുബ്ഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് മാറ്റി വെക്കുക. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് എന്ത് പറയും? അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം 3 പ്രാവശ്യം നമ്മൾ ഇസ്തിഗ്ഫാർ പറയും, അല്ലേ? അത് കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം. ആ ഒരു ദിക്റൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലേ? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ മുബദ്ദില ലിമാ ഹകംത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. ഇങ്ങനെ പല ദിക്റുകളും പല രൂപത്തിലുള്ളതുണ്ട്. അതൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് നമ്മൾ ആയത്തുൽ കുർസി ഓതാറുണ്ട്. അതൊക്കെ നമ്മൾ മറന്നു പോകരുതേ. ആയത്തുൽ കുർസി ഓതാറുണ്ട്. സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33 പ്രാവശ്യം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന പുണ്യമായ ദിക്ർ ഒരു പ്രാവശ്യം പറയാറുണ്ട്. പിന്നെ അഫ്ളലു ദിക്റായ ലാ ഇലാഹ ഇല്ലല്ലാഹ് 10 പ്രാവശ്യം നമ്മൾ പറയാറുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നല്ല രൂപത്തിൽ ദുആ ഇറക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഉമ്മമാരും ഉപ്പമാരും ഒരു 5 മിനിറ്റ് എന്താണ് നമ്മൾ ചൊല്ലേണ്ടത്? മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുകയാണ്, ഒരു മനുഷ്യൻ അവൻ അല്ലാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ചില ദിക്റുകൾ അവൻ പ്രഭാതത്തിൽ പറഞ്ഞാൽ അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വൈകുന്നേരം വരെ അല്ലാഹുവിൻ്റെ സംരക്ഷണം കൊടുക്കുന്നതാണ്. പിന്നെ ഒരു തരത്തിലുള്ള ശത്രുക്കളെയും പേടിക്കണ്ട, ഒരു ഉപദ്രവകാരികളായ ജീവികളെയും അവൻ പേടിക്കണ്ട, ഒരാളും അവനെ ഉപദ്രവിക്കില്ല. എന്താണ് ആയത്തുൽ കുർസി നമ്മൾ ഓതിയതാണ്. ഇനി ഓതാത്തവരുണ്ടെങ്കിൽ ഒരു ആയത്തുൽ കുർസി ഓതാൻ മറന്നു പോവരുതേ. അതുപോലെ സൂറത്തുൽ ഹശ്റിന്റെ അവസാനത്തെ ആയത്തുകൾ ലൗ അൻസൽന എന്ന് തുടങ്ങുന്ന ആയത്ത് അറിയാവോ? അറിയാം, എല്ലാവർക്കും അറിയാൻ പറ്റും, അല്ലേ? അറിയില്ലാത്തവർ അത് ഇൻഷാ അല്ലാഹ് നോക്കി തന്നെ ഓതുക. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ ഹുവല്ലാഹുൽ ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം ഹുവല്ലാഹുൽ ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലികുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്ന യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. ഇതാണ് സൂറത്തുൽ ഹശ്റിന്റെ അവസാനത്തെ ആയത്തുകൾ. ഇതോതുക. അതുപോലെ തന്നെ സൂറത്തു തൗബയുടെ അവസാനത്തെ ആയത്ത് ഏതാണത്? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്തുകൾ ഇത്ര മതി. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ആയത്തുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഓതാം. അപ്പോൾ 3 ഒന്ന് ആയത്തുൽ കുർസി, രണ്ടാമത്തേത് ലൗ അൻസൽന, മൂന്നാമത്തേത് സൂറത്തു തൗബയുടെ അവസാനത്തെ ആയത്ത് ലഖദ് ജാഅകും. ഇത് 3 നമ്മൾ ഓതി. ഇത് 3 പ്രാവശ്യം ഓതാൻ പറ്റിയാൽ ഏറ്റവും നല്ലതാണ്. അതിൽ കുറഞ്ഞത് 1 പ്രാവശ്യമെങ്കിലും ഓതുക. അത് കഴിഞ്ഞിട്ട് അദ്കാറു സ്വബാഹിൽ പ്രഭാതത്തിൽ പറയേണ്ട ദിക്റുകളിൽ പ്രധാനപ്പെട്ട ഒന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്താണ്? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഈ ദിക്ർ നമുക്കറിയാവല്ലോ, ഒന്ന് പറഞ്ഞേ. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ആകാശഭൂമികളിലും അതിന്റെ ഇടയിലുമുള്ള സർവ്വതരത്തിലുള്ള എല്ലാ ഇടങ്ങേറുകളും അല്ലാഹുവേ മാറ്റിത്തരണേ അല്ലാ എന്ന് ഏകദേശം അർത്ഥം വരുന്ന ആ പുണ്യമായ ദിക്ർ മറന്നു പോകരുത്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ആ ദിക്ർ പറഞ്ഞല്ലോ, അത് 3 വട്ടം. പിന്നെയോ അത് കഴിഞ്ഞിട്ടോ റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ. ഈ ഒരു ദിക്ർ, അതായത് രാവിലെ പറഞ്ഞാൽ വൈകുന്നേരം വരെ നമ്മുടെ ഈമാൻ ഉറക്കുന്നതാണ്. ഈമാൻ നഷ്ടപ്പെട്ടു പോവില്ല. ഒരാൾ വൈകുന്നേരമാണ് പറയുന്നതെങ്കിൽ രാവിലെ വരെ അവൻ്റെ ഈമാൻ ഉറക്കുന്നതാണ്. പരിശുദ്ധമായ ശഅബാനാണ്, ഈമാൻ അധികരിപ്പിക്കേണ്ട മാസമാണ്. കാരണം പുണ്യ റമളാൻ വരികയാണ്. റമളാനിൽ ഈമാനോടുകൂടി നമുക്ക് പ്രവേശിക്കണം. യഥാർത്ഥ മുസ്ലിമായി നമുക്ക് പ്രവേശിക്കണം. മുസ്ലിം എന്ന ഐഡന്റിറ്റിയിൽ നിന്നും മാറിപ്പോവാതെ ഈമാനോടുകൂടിയുള്ള നല്ല ജീവിതം വേണം. ഈ ദിക്ർ
ദിക്ർ പതിവാക്കിക്കോ. റദീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ. മനസ്സിൽ മോശപ്പെട്ട ചിന്തകൾ വരുന്നു, ഹറാം ചെയ്യാനുള്ള ഒരു ത്വര വരുന്നു, ഹറാം ചെയ്യാനുള്ള, ഹറാം കേൾക്കാൻ, ഹറാം കാണാനുള്ള ഒരു തോന്നൽ വരുന്ന സമയത്ത് ഈ ഒരു ദിക്ർ പറഞ്ഞോന്നാണ്. ഈ ഒരു ദിക്ർ പറഞ്ഞാൽ ആ ഒരു ചിന്ത മാറും. റദീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ. അല്ലാഹുവേ നീ എൻ്റെ രക്ഷിതാവാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ പ്രവാചകരാണ്, അല്ലേ, ഇസ്ലാം മതം എൻ്റെ ദീനാണ്. ആ ഒരു അർത്ഥം വരുന്ന ആ പുണ്യമായ ദിക്ർ പറയുക. ഇത് കഴിഞ്ഞിട്ട് പിന്നെ പറയണം എന്ത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. 3 വട്ടം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ നിധികളിൽപ്പെട്ട ഒരു നിധിയാൻ. മൻ ഖാല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് കാന ദവാഅൻ മിൻ 99 ദാഅ. 99 രോഗങ്ങൾ, അതായത് അന്നത്തെ പകലിൽ എന്തൊക്കെ ഇടങ്ങേറ്, വിഷമങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ വരാനുണ്ടോ അതിനെ തൊട്ടുള്ള വലിയ കാവൽ അല്ലാഹു തആല തരുന്ന ദിക്റാണ്. മനസ്സറിഞ്ഞ്, മനസ്സിൽ തട്ടിക്കൊണ്ട്, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട്, അല്ലെ, നെഞ്ചത്ത് കൈ, ഈമാൻ ഇങ്ങനെ നമ്മൾ ആ ഒരു ഏകാഗ്രത കിട്ടാൻ വേണ്ടി നെഞ്ചത്ത് ഇങ്ങനെ കൈവച്ചിട്ട് പറയണം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന പുണ്യമായ ദിക്ർ. 3 കുറഞ്ഞത്, എത്ര വേണമെങ്കിലും പറയാം. അപ്പോൾ 3 ആയത്തുകൾ നമ്മൾ പഠിച്ചു, അതുപോലെ തന്നെ 3 ദിക്റുകൾ നമ്മൾ പഠിച്ചു. ഒന്നാമത് നമ്മൾ പറഞ്ഞത് ആയത്തുൽ കുർസി, രണ്ടാമത് പറഞ്ഞത് ലൗ അൻസൽന സൂറത്തുൽ ഹശറിന്റെ അവസാനത്തെ ആയത്തുകൾ, മൂന്നാമത് പറഞ്ഞത് സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്ത് ലഖദ് ജാഅക്കും. പിന്നെ ദിക്റുകൾ നമ്മൾ ഒന്നാമതായി പറഞ്ഞത് ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. രണ്ടാമതായി പറഞ്ഞത് റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ. മൂന്നാമതായി പറഞ്ഞത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അപ്പോൾ മനസ്സിലായില്ലേ? നമ്മൾ അദ്കാർ സുബാഹ് പ്രഭാതത്തിൽ ചൊല്ലേണ്ട ഒരുപാട് ദിക്റുകളുണ്ട്. അതിലെല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് നേട്ടങ്ങളും പ്രത്യേകതകളൊക്കെ ഉണ്ട്. അതൊക്കെ ഈ ഒരു ദിക്റുകളിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ദിക്റുകൾ എന്തായാലും മറന്നു പോവാതെ ഇനിയുള്ള പരിശുദ്ധമായ ശഅബാനിൻ്റെ ദിനരാത്രങ്ങളിൽ നമുക്ക് രാവിലെ മാത്രമല്ല വൈകുന്നേരവും ഇത് പറയാം. അദ്കാറുൽ മസായിൽ പെട്ടതാണ്, അദ്കാറു സുബാഹിൽ പെട്ടതാണ്. രാവിലെ ഓതേണ്ട ദിക്റുകളാണ്, വൈകുന്നേരം ഓതേണ്ട ദിക്റുകളാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത് മറന്നു പോകരുത്. ഇത് ചൊല്ലിയാൽ ജീവിതം തന്നെ മാറി മറിയും. ഒരൊറ്റ ദിവസം ചൊല്ലിയിട്ട് ഇത് വലിയ ഗുണമൊന്നുമില്ല എന്നൊന്നും പറഞ്ഞു ആരും ഇത് ചൊല്ലാതിരിക്കരുത്. ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടും ഇൻഷാ അല്ലാഹ്. ഇത് പറഞ്ഞ എനിക്കും കേട്ട നിങ്ങൾക്കും അല്ലാഹു തആല ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും നമ്മുടെ വീഡിയോകൾ കാണുന്നു. നമ്മുടെ വീഡിയോകൾക്ക് താഴെ ദുആ വസിയത്ത്, എത്രയോ ദുആ വസിയത്താണ്. എത്രയോ ആളുകൾ എന്തൊക്കെയോ വിഷമങ്ങൾ, എന്തൊക്കെയോ സങ്കടങ്ങൾ, എത്രമാത്രം വേദനകൾ അവരെഴുതി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കമൻ്റ് എഴുതുന്നതിൻ്റെ ഇരട്ടി ആളുകളാണ് മനസ്സിൽ വിഷമങ്ങൾ കൊണ്ട് നടക്കുന്നവർ. കമൻ്റ് എഴുതാതെ ഒരുപാട് ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, ഒരുപാട് വിഷമങ്ങൾ, സങ്കടങ്ങൾ. അല്ലാഹുവേ പടച്ചവനെ, ആരൊക്കെ ഞങ്ങളുടെ വീഡിയോകൾ കാണുന്നുണ്ടോ, ഞങ്ങളുടെ ഈ ചാനലോട് ചേർന്ന് നിൽക്കുന്നുണ്ട്, എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും റാഹത്തും കൊടുക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ എല്ലാവരുടെയും വിഷമങ്ങളും സങ്കടങ്ങളും നീ മാറ്റി തരണേ അല്ലാ. എല്ലാവിധത്തിലുള്ള ഷർറ് ബല മുസീബത്തുകളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യം തരണേ റഹ്മാനെ. ആരൊക്കെ എന്തൊക്കെ വിഷമത്തിനും സങ്കടത്തിലുണ്ടോ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റി എല്ലാവർക്കും സന്തോഷവും സമാധാനവുമുള്ള ജീവിതം നീ കൊടുക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ, നമസ്കാരത്തിൽ നമ്മൾ അറിയാതെ നമ്മൾ വരുത്തുന്ന പല തെറ്റുകളും അതെങ്ങനെ തിരുത്താം. എൻ്റെ പൊന്നുസ്താദെ, കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നിങ്ങൾ ഇത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു നിസ്കാരത്തിൻ്റെ വീഡിയോ ഉണ്ട്, നിങ്ങൾ കാണണമെന്നല്ല പറയുന്നുണ്ട്. പിന്നെ ഇത് തന്നെ എന്തിനാ ഇങ്ങനെ പറയുന്നത് എന്ന് ചില ആൾക്കാർക്ക് തോന്നിയേക്കാം. ഞങ്ങളൊക്കെ ആ വീഡിയോ കണ്ടതാണ്, ഇനി അതിനെപ്പറ്റി പറയണോ എന്നൊന്നും വിചാരിക്കരുത്. കാരണം നമ്മൾ ഒരുപാട് മസാലകൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇനിയും. പക്ഷെ പറഞ്ഞാൽ ഒരുപാട് ദീർഘിച്ചു പോകും എന്നതുകൊണ്ട് തന്നെ വളരെ ചുരുക്കിയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിസ്കാരം, വിശുദ്ധമായ നിസ്കാരം എങ്ങനെ നമുക്ക് തെറ്റുകൂടാതെ നിസ്കരിക്കാം, നിസ്കാരത്തിൻ്റെ A to Z കാര്യങ്ങൾ അത് കൃത്യമായി വ്യക്തമായി വീഡിയോയിലൂടെ നമ്മൾ പ്രാക്ടിക്കലായി കാണിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ നിസ്കാരത്തിൽ പറയുന്ന മുഴുവൻ ദിക്റുകളുടെ, ദുആകളുടെ, സ്വലവാത്തുകളുടെ എല്ലാ
എല്ലാം അർത്ഥസഹിതം നമ്മൾ പറയുന്ന ആ വീഡിയോയാണ് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ എൻ്റെ സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ചില ആൾക്കാർ ചോദിച്ചു, ഉസ്താദെ ആ വീഡിയോ ഞങ്ങൾ കണ്ടിട്ടില്ല, അത് എവിടെയാണ്, ഞങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല. നിങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല. അതേ ഇവിടെ നോക്കിയാൽ എൻ്റെ സ്ക്രീനായി ഇവിടെ ഇനി അടുത്ത വീഡിയോ ആയി വരുന്നത് ആ നിസ്കാരത്തിൻ്റെ വീഡിയോയാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നേരെ ആ വീഡിയോയിലേക്ക് എത്താൻ പറ്റും. കാരണം പരിശുദ്ധമായ റമളാൻ വരികയാണ്. ആ റമളാൻ വരുന്നതിന് മുമ്പ് നമ്മുടെ നിസ്കാരത്തിൻ്റെ തെറ്റുകൾ, നമ്മൾ അറിയാതെ സംഭവിക്കുന്ന പല തെറ്റുകളും തിരുത്തി നമുക്ക് ഇൻഷാ അല്ലാഹ് നിസ്കാരമൊക്കെ ക്ലിയർ ആക്കിയിട്ട് വേണം നമുക്ക് റമളാനിനെ സ്വീകരിക്കാൻ. അതുകൊണ്ട് നിങ്ങൾ കാണണം, നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ ഭാര്യയ്ക്കും നിങ്ങളുടെ ഭർത്താവിനും നിങ്ങളുടെ കുടുംബാദികൾക്കും അത് അയച്ചു കൊടുക്കണം. അല്ലാഹു തആല അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടെ നിസ്കാരം കൃത്യമാക്കാൻ, നിത്യമാക്കാൻ റബ്ബ് തൗഫീക്ക് തരട്ടെ. ആമീൻ. അപ്പോൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ, ആ വീഡിയോ കാണൂ.